യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ പ്രിയ സഹോദരി സഹോദരങ്ങൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം യേശുവിൻ്റെ നാമത്തിൽ ആശംസിക്കുന്നു. ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട്, ദൈവാനുഗ്രഹം കൊണ്ട് നിറഞ്ഞതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം സഖറിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം തിരുവചനം. ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും. ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു. ദൈവമായ കർത്താവ്, രാജാതിരാജനായ പിതാവായ ദൈവം നിന്റെ കൂടെയുണ്ടെങ്കിൽ നിൻ്റെക്ക് മഹത്വമായി അത് മാറും. ആ ദൈവിക സാന്നിധ്യം നിനക്ക് ചുറ്റുമുള്ള അഗ്നി കൊണ്ടുള്ള കോട്ടയായിത്തീരും. ആര് നിൻ്റെ അടുക്കലേക്ക് വന്നാലും, ഏത് തിന്മ നിൻ്റെ അടുക്കലേക്ക് വന്നാലും അത് കരിഞ്ഞ് ചാമ്പലായി പോകുന്ന രീതിയിലുള്ള അഗ്നിക്കോട്ടയുടെ സംരക്ഷണം ദൈവമായ കർത്താവ് നിനക്ക് നൽകും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സംരക്ഷണം കൊണ്ടുള്ള ഒരഗ്നിക്കോട്ട നിനക്ക് ചുറ്റും ഇന്നുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു തിന്മയുടെ ശക്തിയും നിന്നെ തൊടാത്ത രീതിയിൽ സ്നേഹനിധിയായ പിതാവായ ദൈവം നിന്നെ സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എടുത്തിരിക്കുന്ന 50 ദിവസത്തെ നോമ്പ് ഉപവാസവും നിന്റെ ജീവിതത്തിൽ ഒരനുഗ്രഹമായി മാറട്ടെ. ദൈവാനുഗ്രഹം നിറഞ്ഞ പുതുദിവസങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം സ്നേഹനിധിയായ കർത്താവിൻ്റെ കയ്യിലേക്ക് സമർപ്പിക്കാം. എല്ലാ യുദ്ധങ്ങളും മാറിപ്പോകുവാൻ വേണ്ടി, തുടങ്ങി വച്ചിരിക്കുന്ന യുദ്ധങ്ങൾ അവസാനിക്കുവാൻ വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുക്രിസ്തു നേരിട്ടിറങ്ങി വന്ന് ഈ ദിനങ്ങളിൽ ലോകസമാധാനം നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. രാഷ്ട്രത്തലവന്മാർക്ക് വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കുവാൻ പ്രാർത്ഥിക്കാം. യുദ്ധക്കെടുതിയിലായിരിക്കുന്ന എല്ലാ മക്കളുടെയും പ്രത്യേക അഗ്നിക്കോട്ട കെട്ടി സംരക്ഷിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ രക്ഷകനും നാഥനും ദൈവവുമായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടു കൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.